രാജേന്ദ്രൻ, നവീൻ ബാബു നമ്മൾക്കൊരു വലിയൊരു നൊമ്പരമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ആത്മഹത്യയാണെന്നും അല്ല കൊലപാതകമാണെന്നും ഇങ്ങനെ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. CBI അന്വേഷണം വേണം, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയണം. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുകയാണ്. CBI അന്വേഷണം വേണ്ട എന്നുള്ള തരത്തിൽ. അപ്പോൾ വീണ്ടും നമ്മൾക്ക് കേരള മനസ്സിന് വീണ്ടും ഒരു ആകാംക്ഷയിൽ നിൽക്കുകയാണ് ഈ മരണത്തിൻ്റെ കാര്യത്തിൽ. വിജയനാഥ് പറഞ്ഞ പോലെ നവീൻ ബാബുവിൻ്റെ മരണം വലിയൊരു നൊമ്പരമായിരുന്നു കേരളീയ മനസ്സുകളിൽ ഏൽപ്പിച്ചത്. അതുപോലെ മറ്റൊരു നൊമ്പരമാണ് ഈ കോടതി തീർപ്പാക്കിയതിലൂടെ വന്നിരിക്കുന്നത്. CBI അന്വേഷണം നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. കാരണം ആ കേസിൽ അതിൻ്റെ അന്വേഷണത്തിൽ ധാരാളം പഴുതുകൾ ഉണ്ടായിരുന്നെന്നു ഉള്ളത് പകൽ പോലെ വ്യക്തമായിരുന്നു. അതെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. പക്ഷേ തീർപ്പാക്കിയിരിക്കുന്നത് CBI അന്വേഷണം വേണ്ട, ഗവൺമെൻറ്റിൻ്റെ അന്വേഷണം അത് യഥാവിധം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന സംഗതി, ഒരു വ്യക്തിയും വലിയൊരു സ്ഥാപനവും തമ്മിലുള്ളൊരു കേസാണിത്. അപ്പോൾ വ്യക്തിക്കിവിടെ പല പരിമിതികളുമുണ്ട്. കോടതിയുടെ ഈ വിധി വന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്നത് വളരെ നീതിയുക്തമാണ്. അവർക്ക് അവരുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെയും അതായത് ഈ മൊഴികളുടെയും പ്രോസിക്യൂട്ടറും പോലീസും അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വിധിയിലെത്തിയിരിക്കുന്നത്. അതേസമയം മഞ്ജുഷ എന്ന് പറയുന്ന വക്കീൽ നൽകിയിരിക്കുന്ന ആ ഒരു വക്കീൽ മാത്രമേ ഉള്ളൂ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പവർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഏതൊരു വക്കീലിനെ വേണമെങ്കിലും അവർക്ക് വയ്ക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയുണ്ട്. സുപ്രീം കോടതി വരെ പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷിയുണ്ട്. അതേസമയം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതില്ല. ഈ കോടിക്കണക്കിന് വ്യക്തികളുടെ വരുമാനം ടാക്സിനത്തിൽ ചേർത്ത് വയ്ക്കുന്നതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ വരുമാനം. അത്രയും വരുമാനമുള്ള ഒരു സ്ഥാപനത്തോടെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു മുതലാളിയോട്, അദാനിയേക്കാളും ടാറ്റയേക്കാളും ബിർളയേക്കാളും ഒക്കെ വലിയൊരു മുതലാളി വേഴ്സസ് എ വ്യക്തി, അത് തമ്മിലുള്ളൊരു കേസാണ്. അവിടെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു അണ്ടർ ഗാർമെൻറ്റ്സിൽ. അതിൽ കേസിൻ്റെ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും 55 കിലോ ഭാരമുള്ള ഒരു വ്യക്തി എങ്ങനെ ഒരു തലനാരിഴ പോലുള്ള കയറിൽ തൂങ്ങി മരിക്കാനിടയായി എന്നുള്ള മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു. ഇതിന് വിശദീകരണമില്ല. പ്രശാന്തിൻ്റെ ഫണ്ടിൻ്റെ റിസോഴ്സ് എന്താണ്, അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പ്രശാന്തിൻ്റെ പിന്നിൽ ഒരു ലോബി കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ലോബിക്ക് ഭൂ ഇടപാടുകളുണ്ടായിരുന്നു. ഭൂമാഫിയയുടെ ഭാഗമാണെന്ന് പറയുന്നു. ആ ഭാഗത്തേക്ക് അന്വേഷണം പോയിട്ടില്ല. അതുപോലെ തന്നെ പ്രധാനമാണ് അദ്ദേഹത്തിന് 2 ഒപ്പുകൾ ഉണ്ടാവുക എന്നുള്ളത്. കോടതി ഒരു ശാസനയെങ്കിലും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പ്രശാന്തിന് വേണ്ടിയാണ് PP ദിവ്യ അവിടെ പരസ്യമായിട്ട് നിന്ന് വിളിക്കാതെ പോലും കളക്ടറുടെ മുമ്പിൽ നിന്ന് അവിടെ തേജോവധത്തിൻ്റെ ഒരു കൂരമ്പ് അവിടെ ചെയ്ത് ഇദ്ദേഹത്തിന് മുറിവേൽപ്പിച്ചത്. ആ മുറിവേൽപ്പിച്ചതോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഗൂഢസംഘം ചേർന്ന് കൊന്നതോ ആകാമെന്നുള്ള സംശയം. ഈ കൊന്നതാകാമെന്നുള്ള സംശയത്തിലേക്ക് ഈ അന്വേഷണം ഇതുവരെ പോയിട്ടില്ല. വിധവയായ ഭാര്യയ്ക്ക് മനുഷ്യാവകാശത്തിൻ്റെ പേരിലെങ്കിലും ആ സംശയം ദൂരീകരിച്ച് നൽകുക എന്നുള്ളത് നീതിയുടെ ആവശ്യമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ ആവശ്യമാണ്. എന്നതുകൊണ്ട് തന്നെ മനുഷ്യത്വം തൊട്ടുണർന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും ചേർന്ന് കൽക്കട്ട RG കാർ മെഡിക്കൽ കോളേജിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾ, ഭദ്രാലോകം എന്ന് പറയുന്ന ജനങ്ങൾ മുഴുവനായി ഒറ്റക്കെട്ടായി തെരുവിലൂടെയും ഇറങ്ങി അവർ ഈ നാമജപ ഘോഷയാത്ര പോലെ യാത്ര നടത്തുകയും കോടതിയിൽ കേസിന് വേണ്ടി എല്ലാവരും ആളും അർത്ഥവും നൽകി സഹായിക്കുകയും അവസാനം CBI അന്വേഷണത്തിൽ എത്തുകയും ചെയ്തതുപോലെ ഒരു വിപര്യം ഇവിടെയും സംഭവിക്കേണ്ടതുണ്ട്. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്ന എത്ര ധനികമായിട്ടുള്ള ഒരു ആസ്തിയുള്ള ഒരു ഭരണകൂടമോ സ്ഥാപനമോ ആയാലും ശരി, ജനങ്ങളെല്ലാം കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ, സംഘടിച്ചു നിന്നാൽ ആ സംഘടനാ ബലത്തിലൂടെ അവർക്ക് ഈ കേസിനെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതായത് അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയും. അവിടെ വച്ച് നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
പക്ഷേ അവിടെയും ഈ മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം ആ കേസ് വാദിക്കാനുള്ള പരിമിതിയുണ്ട്. പ്രത്യേകിച്ചും കൈക്കൂലിയൊന്നും വാങ്ങിച്ച് സമ്പത്ത് കൂട്ടിയിട്ടിട്ടില്ലാത്ത ഒരു സ്ഥിതിക്ക് അവർക്ക് വേറെ സാമ്പത്തികമായ സഹായം വേണ്ടി വരും. അതിന് കേരളീയർ മനസ്സഴിഞ്ഞ് സഹായിക്കണം, ഉദാര മനസ്കതയോടെ സഹായിച്ചുകൊണ്ട് ഈ കേസിനെ ഇവിടെയും ഇപ്പോഴും ഇതിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ പോകേണ്ടതായിട്ടുള്ള ന്യായങ്ങൾ അവർ നിരത്തുന്നുണ്ട്. അല്ലാതെ വെറുതെ ഒരു വികാര പാരവശ്യത്തിൻ്റെ പേരിലല്ല ഇത്. അതാണെങ്കിൽ ആദ്യമേ വന്നേനി. ആദ്യം പാർട്ടിയോടൊപ്പം അവർ നിന്നു. കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയോടൊപ്പമാണ് ഞാനെന്നാണ് അവർ പറഞ്ഞത്. പാർട്ടി പക്ഷേ അവരോടൊപ്പമല്ല, മെല്ലെ മെല്ലെ വഴുതി മാറി പി ദിവ്യയുടെ കുടുംബത്തോടൊപ്പമാണെന്ന് അറിഞ്ഞതോടുകൂടി അവർക്ക് വലിയൊരു ഞെട്ടലുണ്ടായി. ആ ഞെട്ടലിൽ നിന്നാണ് ഈ CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള അവരുടെ ഈ ആവശ്യം, മനുഷ്യത്വപരമായിട്ടുള്ള ഈ ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഈ മഞ്ജുഷയ്ക്ക്, അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇനിയും അടുത്ത നിയമ നടപടി ഏത് തരത്തിൽ പോകാൻ കഴിയും? തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ കഴിയും. അവർ വാദിയാണല്ലോ, അവർക്ക് അപ്പീലിൻ്റെ പഴുത് ഇനിയും അടഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ നീതിന്യായ പീഠമെന്ന് പറയുന്നത്, എപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അവിടെ വരെ പോവാം. അവിടെ ഒരു കുഴപ്പമുള്ളത്, ഡൽഹിയിൽ വക്കീലന്മാർക്ക് കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാനാവുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. പിന്നെ അതിനുവേണ്ടി സമയം വേണം. ഇവരൊരു ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ പത്തനംതിട്ട കളക്ടറേറ്റിൽ ഒരു ഉദ്യോഗസ്ഥയാണ്. പോകാനുള്ള സമയം സൂപ്രണ്ട്. കേസുമായിട്ട് പോയാൽ അത് തലവേദന തന്നെയാണ്. ഡൽഹിയിൽ വരെ നേരിട്ട് പോകേണ്ട ആവശ്യം വരില്ലെങ്കിൽ തന്നെയും ഒരു വലിയ തലവേദന തന്നെയാണ്. വക്കീൽ ചോദിക്കുമ്പോൾ ഫീസുകൾ നൽകിക്കൊണ്ടിരിക്കണം, എവിഡൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ വിളിക്കുമ്പോൾ കേസിന് വേണ്ടിയിട്ട് ആൾ പോകേണ്ടി വരും. അങ്ങനെ ആളും അർത്ഥവും വളരെ ആവശ്യമുള്ള വളരെ സങ്കീർണമായിട്ടൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇവരെ ഒറ്റയ്ക്ക് വിട്ടുകൂടാ. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, നീതി ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിലെ ന്യായയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ആ തെളിവുകൾ കൊണ്ടും അതുപോലെ തന്നെ വാദങ്ങൾ കൊണ്ടും ഇവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകളെ തോൽപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ശക്തി ജനങ്ങൾക്കുണ്ടായാൽ ശരിയായിട്ടുള്ള നീതി തന്നെ കിട്ടും. ഇതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യത്വപരമായിട്ടൊരാവശ്യമാണ്. സ്വന്തം ഭർത്താവ് കൊലപ്പെട്ടതാണോ എന്നുള്ളത് അറിയാൻ ഒരു ഭാര്യയ്ക്ക് അവകാശമില്ലേ? അതിനൊരു ഉത്തരം കിട്ടേണ്ടതല്ലേ നീതിപീഠങ്ങളിൽ നിന്ന് തന്നെ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അത്ര ശക്തമാണ്. ഈ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇരട്ട കൊലക്കേസ് പ്രതികളെ കൊണ്ടുവന്നപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് എതിരേൽക്കാൻ CPMൻ്റെ നേതാക്കൾക്ക് ഒരു നാണവുമില്ലാതെ വന്നത്. സമാനമായ ഒരു സാഹചര്യം ഭീകരവാദികളെ ജയിലുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. ഒരു കൂസലുമില്ലാതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ആ ഒരു പ്രസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ അനീതിക്ക് ഇടയായിട്ടുള്ളത്. കോടതിക്ക് തെറ്റിയതല്ല, പക്ഷേ അനീതിക്ക് വേണ്ട സാഹചര്യവും അതിന് വേണ്ട കള്ളത്തരങ്ങളും ഭൗതിക സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം ഉണ്ടാക്കിയത് അവരെയാണ്. പാവപ്പെട്ട വിധവയെ അവർ തോൽപ്പിച്ചിരിക്കുന്നു. ഈ മറ്റ് പ്രധാനപ്പെട്ട പല രേഖകൾ പോലും ഇതിനിടയ്ക്ക് കേരള പോലീസ് അന്വേഷണം നടത്തിയിട്ടുമില്ല, മറച്ചു വെച്ചു. അതായത് ഈ പലരുടെയും ഫോൺ സന്ദേശം നോക്കേണ്ടതായിരുന്നു. നവീൻ ബാബുവിൻ്റെ ഫോൺ, അതുപോലെ തന്നെ ഡ്രൈവറുടെ ഫോൺ, പ്രശാന്തിൻ്റെ ഫോൺ, നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഫോൺ, ഇതൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നല്ലോ. അതുപോലെ നിരവധി ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ മുനീശ്വരൻ കോവിലിൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങളോ സമീപത്തുള്ള ഓട്ടോറിക്ഷക്കാരോ ടാക്സിക്കാരോ അവരിൽ നിന്നും മൊഴിയെടുത്തിട്ടില്ല. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യവും എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മളിതിലൊരു ബാലൻസ് കീപ്പ് ചെയ്യണം. TP സെൻകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പോലീസിനെ കുറിച്ച് വളരെ അറിയാവുന്ന ആളാണല്ലോ അദ്ദേഹം. നമ്മളീ പറയുന്ന കാര്യങ്ങളല്ല, അതെല്ലാം പോലീസിന് ചെയ്യാൻ പറ്റില്ല, പരിമിതിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പരിമിതികളുണ്ട് പോലീസിന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 കുറ്റവാളികൾ വെറുതെ പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭാരതീയ ന്യായശാസനത്തിൻ്റെയും സ്പിരിറ്റ്. എന്ന് മാത്രമല്ല, കുറ്റവാളിയെയല്ല ശിക്ഷിക്കേണ്ടത്, കുറ്റത്തെയാണെന്നാണ് അതിൻ്റെ അന്തസത്ത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസിന് പരിമിതികളുണ്ട്. പോലീസിന് അതുപോലെ തെളിവുകൾ എടുക്കാൻ പരിമിതികളുണ്ട്. അന്തർ സംസ്ഥാന തെളിവുകളാണെങ്കിൽ എടുക്കാനേ പറ്റുകയില്ല. നശിപ്പിച്ച തെളിവുകൾ എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഭരണകക്ഷി അതേ കക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കേണ്ടതായിട്ട് ഒരു പരിധി വരെ വരും. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന പോലീസിൽ 85% വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ നട്ടലോട് കൂടിയവരാണ്, ഉയർന്ന സ്ഥാനത്ത് വരെ. അല്ല, സെൻകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവരും കൂടെ നന്നായിരുന്നെങ്കിൽ കേരളം വളരെ നന്നായിരുന്നെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഇതെല്ലാം നമുക്ക് വികാരപരമായി നമ്മൾ എടുക്കേണ്ട കാര്യമല്ല ഇനി, പക്ഷേ യുക്തിപരമായിട്ട് എടുത്ത് മതിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.